ഹലോ, പ്രസിഡന്റ് നമസ്കാരം. ഞാനാ സത്യനാണ്, സത്യൻ. ഒരു വോട്ടർ ഇത് കൂട്ടിക്കോ. അത് ഞാനൊരു കംപ്ലൈന്റ് പറയാൻ വേണ്ടി വിളിച്ചാണ് സത്യത്തിൽ. നമ്മുടെ കറുകുറ്റിയുടെ അവിടുന്ന് ലെഫ്റ്റ് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ ബോർഡ് ഇരിക്കുന്നത് റോട്ടിലാണ്. അതവിടുന്ന് എടുത്തു മാറണം. ഞാൻ ഈ വിഷയം മെമ്പറോട് പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് അത് കേൾക്കാൻ തന്നെ സൗകര്യമില്ല. ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഗണിക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞതേ. ശരി. ആയിക്കോട്ടെ, രാത്രി ബുദ്ധിമുട്ടിച്ചാലും ക്ഷമിക്കണം. ശരി. ഓക്കെ. അല്ല, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അവൻ്റെ മുട തീർക്കണ്ടേ? ആ ബോർഡ് അതിന് റോഡിലൊന്നല്ലേ ഇരിക്കണേ, ആ സൈഡിലല്ലേ ഇരിക്കണേ. ആര് പറഞ്ഞു? റോട്ടിലാണ്. ഞാനും കണ്ടതാണ് ആ ബോർഡോ. ഹോട്ടലിന്റെ മുന്നിലാണ്, കുഴപ്പമില്ലല്ലോ. നാട് റോട്ട് കൊണ്ടുവച്ചാൽ അതിലെ വണ്ടി ഇതൊക്കെ വന്നോണ്ടിരിക്കല്ലേ, കുട്ടികളെ നടക്കണല്ലേ. ഏട്ടിന് വല്ല നെഞ്ചുവേന ഉണ്ട്, അത് അവിടെ ഇരിക്കണോണ്ട്. അതെ, എന്നോട് കളിച്ചു കഴിഞ്ഞാൽ അവന്റെ കട ഞാൻ പൊട്ടിക്കും. ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ വിളിച്ച് പറയും ഞാൻ അവന്റെ കടയിലെ ഭക്ഷണം മുഴുവൻ മോശമാണെന്ന്. എന്താണ് അവന്റെ കടയിൽ 1 ലക്ഷം ഉറുപ്പിക്കാണ് കച്ചവടം. അപ്പൊ അതാണ് കാര്യം. ഒരാള് നന്നാവണത് ഇഷ്ടല്ല. കരണ്ടും പോയി. എങ്ങനെ കട തുറങ്ങും ദൈവമേ. വരും ഏട്ടാ, ഈ വള്ളി ചേച്ചിയുടെ വീട്ടിലായിട്ടുണ്ടല്ലോ. അത് ശരിയാണല്ലോ. അതിങ്ങനെ അവിടെ മാത്രം ലൈറ്റ്. അത് ചിലപ്പോ വേറെ ലൈനായിരിക്കും. KCB വിളിക്കാം. എന്തിനു? ഇതെന്താ സംഭവം അറിയണല്ലോ. ഇവിടെ കറണ്ട് എപ്പോ വരുമെന്ന് ചോദിക്കും. KCB എന്ത് തെമ്മാടിത്തരം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കണേ? ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി, തൊട്ടപ്പുറത്ത് കറണ്ട് ഉണ്ട്. ഇവിടെ കറണ്ട് ഇല്ലെങ്കിൽ അവിടെയും കറണ്ട് വേണ്ട, അത് കട്ടി. ഇരുട്ടാക്കുമ്പോ എല്ലായിടത്തും ഇരുട്ടാവട്ടോ, വെളിച്ചം കൊടുക്കുമ്പോ എല്ലാവർക്കും വെളിച്ചം, അങ്ങനല്ലേ? ഇരുന്ന് പിടിക്കടാ. ചേർത്ത് വെക്ക്. അത്രേ ഉള്ളൂ സാറേ. 720 720. അത് മാർക്ക് ചെയ്തോ. അവിടെ താൻ ഇരിക്കുന്ന അവിടെ ഒന്ന് മാർക്ക് ചെയ്യ പേരി. എന്നിട്ടേ 1 മീറ്റർ ഒന്ന് പുറകോട്ട് തള്ളി പിടിച്ചേ. എന്റെ പേരിയാതെ നമ്മുടെ ടേപ്പ് ഇന്നലെ എലി കരണ്ടില്ലേ, 1 മീറ്റർ പോയില്ലയോ? അതറിയത്തില്ലേ? 1 മീറ്റർ അങ്ങോട്ട് അളക്ക്. അതെങ്ങനെ അളക്കും? എന്താ എടോ, 1/2 മീറ്റർ. ഒരു കൈ കൂടെ വെക്കുമ്പോ 1 മീറ്റർ ആയില്ലയോ? അങ്ങനെ വെച്ചൊന്ന് അളന്നേ. ഞാനൊക്കെ സർവേ തുടങ്ങിയപ്പോഴേ കൈയളവായിരുന്നു സാറേ. കൈയില്ലാത്തവർക്ക് എങ്ങനെ അളവ് കിട്ടല്? കൈയില്ലാത്തവർക്ക് താൻ ആരാ? ഞാൻ നാട്ടുകാരൻ. എന്താ ഇവിടെ കാര്യം? ഒന്നിന് കാണാനോ. ഈ അളക്കുന്നതിന് നാട്ടുകാരൻ എന്തെങ്കിലും പങ്കുണ്ടോ? ഒന്നുമില്ല. ഞങ്ങളുടെ മാറിയേക്ക് കളിക്കുന്നു. അവിടെ കുറ്റി കറക്കി. ഇവിടെ പോരുത്. ഞാൻ ചവിട്ടിട്ടുണ്ട്. ഇവിടെ മാർക്കിലടിച്ചോ, കാലിലടിക്കല്ലേ. എന്റെ സോണി മോനെ ഒന്ന് ആഞ്ഞടിക്കും. നോക്കത്തില്ല. ഇത് കിട്ടോ? സാറേ, കലണ്ടർ നോക്കിയിട്ട് തരാം. ഇനിയിപ്പോ നമുക്കിനി 460 ഇവിടെ നിന്ന് അങ്ങോട്ട് പിടിക്കണം, പടിഞ്ഞാട്ട്. 460 സാറേ. 460 പിടിച്ച അതിന്റെ അകത്ത് ചെല്ലും. അവരോട് ചോദിക്കാതെ എങ്ങനെയാണ്? എന്തിനാ അവരോട് ചോദിക്കണേ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അളവ് നിർത്തിയിട്ട് നമുക്ക് അവരുടെ അനുവാദമൊക്കെ മേടിച്ചിട്ട് പിന്നെ ഒന്ന് അളക്കാം. അങ്ങോട്ട് ടേപ്പ് പിടിക്കടാ. നീ എവിടെ പോണേ? നീ ഇവിടെ അളക്കാനറിയോ? ആൾക്കാരെയൊക്കെ അനുവാദം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പണിയൊന്നും നടക്കത്തില്ല. ഉണ്ടാക്കണ്ടല്ലോ സാറേ. എന്റെ ബന്ധുവിന്റെ വീടൊന്നും അല്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഈ താലൂക്കിൽ സർവേറായിട്ട് ഇരിക്കുമ്പോ ഒരു മനുഷ്യനെയും സർക്കാരിന്റെ ഭൂമി കയ്യേറാൻ സമ്മതിക്കുകയില്ല. ടൈറ്റ് ചെയ്ത് പിടിയടാ. പിടിക്കും മോനെ. സാറേ, ഇവിടെ കൈന്നിടണ. ഇവിടെ കൈ നിട്ടാലേ അവർക്ക് കയ്യിൽ നിന്ന് പോകും കുറെ സ്ഥലം. ഇപ്പൊ ടേപ്പ് ഉണ്ടല്ലോ, താൻ ടേപ്പ് വെച്ച് പിടിക്കുക. അവിടെ ടേപ്പ് ഇല്ലാത്തോണ്ടാ ഞാൻ അത് പറഞ്ഞത്, മനസ്സിലായോ? സാറേ, 460 ഇവിടെ വരും. ഇത്രയുണ്ടല്ലേ? അപ്പൊ സർക്കാർ ഭൂമി ചില്ലറയൊന്നും അല്ല കയ്യേറിയിരിക്കുന്ന. ആള് കൊള്ളാലോ. ആരാ ഇയാള്? അറിയില്ല സാറേ. സാറേ, സത്യേട്ടന്റെ മതില് പൊളിക്കേണ്ടി വരുവാ? സത്യേട്ടന്റെ അല്ല, കയ്യേറി കിട്ടിയിരിക്കുന്ന എല്ലാ മതിലും ഞങ്ങൾ പൊളിക്കും. അതെയാ? അപ്പൊ അമേരിക്കന്ന് ഈ ഫ്ലാറ്റെല്ലാം പൊളിക്കുന്ന വില്യം ഗോമസ് സംഘവും വീരോ പൊളിക്കാൻ? തൽക്കാലം അവര് വരില്ല. അവരെ ഞങ്ങൾ ബോംബ് മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഞങ്ങൾ തന്നെ അങ്ങ് പൊളിക്കും. അയ്യോ, ബോംബ് വെച്ച് പൊട്ടിക്കുവാ? സോണിമോനെ അവിടെ മാർക്ക് ചെയ്തിട്ടേ ഇവിടെ കുറ്റി അടിക്കാം കേട്ടോ. സാറേ, ഇന്ന് പൊളിക്കുവാ?
ഇന്ന് ശനിയാഴ്ചയല്ലേ, നല്ല ദിവസമല്ലേ, നമുക്ക് ഒരു നല്ല ദിവസം നോക്കി പൊളിക്കാം, അതല്ലേ നല്ലത്. അതെ സാറേ. ആ അപ്പൊ ഞാൻ അറിയിക്കാം കേട്ടോ. തനിക്കൊന്നും വേറെ ഒരു പണിയില്ലോടോ നാട്ടുകാരെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ? അല്ല സാറേ, ഫ്ലാറ്റ് പൊളിക്കുന്ന ദൂരത്തുനിന്ന് കണ്ടിന്, ഇത് അടുത്തുനിന്ന് കാണാലോ. അവിടെ പിടിച്ചു. തെങ്ങ്, പ്ലാവ്, തേക്ക്, മാവ് ഒക്കെ സർക്കാരിന്റെ വകയാ. അങ്ങ് കയറ്റി വെച്ചേക്കുവാന്നേ. സാറേ 460 വെച്ച് ഈ നീളത്തിലാണെങ്കിൽ ഒരു 20 സെന്റ് സ്ഥലമെങ്കിലും വരും അകത്ത്. 20 സെന്റല്ല, അതിൽ കൂടുതൽ വരും. സർക്കാരിന് ചോദിക്കാനും പറയുന്ന ആളില്ലെന്ന എവിടെയൊക്കെ വിചാരം. എന്താ അവിടെ ആ വരട്ടടോ. ആരാണ്? അതെ, താലൂക്ക് സർവേറാണ്. റീസർവേയുടെ ഭാഗമായിട്ടൊന്ന് അളന്നതാണ്. അതിന് ഇവിടെ കൊണ്ടൊന്ന് കുത്തണ എന്തിനാ? അതെ, ഇത് സർക്കാർ ഭൂമിയാ. അതെങ്ങനെ ശരിയാണ്? ദേ ഞങ്ങളുടെ മതിലുണ്ടില്ലേ? അതാ പറഞ്ഞേ, സർക്കാർ ഭൂമി കയ്യേറിയാ നിങ്ങൾ മതില് കെട്ടിയിരിക്കുന്നേ. അങ്ങനെയൊന്നും അല്ല. സ്കെച്ച് പ്രകാരം അവിടുന്ന് 460 കൂടുതലാണ്. പുറമ്പോക്ക് ഭൂമിയായിട്ടാ കാണിക്കണം മാഡത്തിന്. അങ്ങനെയൊന്നും അല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മതിൽ കെട്ടി വെക്കോ? എത്രയോ നാളായിട്ട് ഇത് ഞങ്ങളുടെ വീട് സ്ഥലമാണിത്. ഈ നിൽക്കുന്ന കറിവേപ്പില നിങ്ങൾക്കുള്ളതാ, ബാക്കിയുള്ളതെല്ലാം സർക്കാരിൻ്റെതാ കേട്ടോ.